പോകുന്നത് ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. അന്വേഷണ സംഘം ചില സംശയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനെ ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രം അണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഏറെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. അതിലെ ദുരൂഹതമായിരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്താൻ ഉണ്ട് എന്നതാണ് സാഹചര്യം. ഇതിൽ ചില ദുരാചാരങ്ങൾ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നോ ഏഞ്ചൽ? അത് കൊലപാതകത്തിലേക്ക് നയിച്ചോ? അതാണോ മാതാപിതാക്കൾക്ക് വിരോധമുണ്ടാക്കിയത്? തുടങ്ങിയ ചില സംശയങ്ങൾ പോലീസിന് ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം
ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് 28-കാരിയായ ഏഞ്ചൽ ജാസ്മിൻ എന്ന യുവതിയുടെ മരണം. ഏഞ്ചലിനെ കൊലപ്പെടുത്തിയത് പിതാവാണ് എന്നുള്ളതായിരുന്നു അതിൽ വളരെ ഞെട്ടിക്കുന്ന ഒന്ന്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഏഞ്ചൽ പതിവായി രാത്രികാലങ്ങളിൽ താമസിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് പിതാവിൽ പ്രകോപനമുണ്ടാക്കുകയും കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘത്തിന് മറ്റ് ചില സംശയങ്ങളിലേക്കും ഈ കേസ് ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വളരെ പ്രസക്തം. അതായത് വൈകി വന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ നൽകിയ മൊഴി പ്രകാരം ഏഞ്ചൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് അവർ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ ഈ വൈകി വന്നത് മാത്രമാണോ എന്നുള്ള ചിന്ത എല്ലാവരിലും ചോദ്യചിഹ്നമായി തന്നെ നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റു ചില ദുരൂഹതകൾ കൂടി ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളത് ആണ് വ്യക്തമാകുന്നത്. അതായത് ഏഞ്ചലുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളിൽ ചില അസ്വാഭാവികതകൾ ഈ കേസിനകത്ത് ഉണ്ട് എന്ന് പറയാൻ കഴിയും. അതിലൊന്ന് ഏഞ്ചലിന്റെ വീട്. കടുത്ത മതവിശ്വാസികളായ അച്ഛനും അമ്മയും, അവർ ക്രിസ്തീയ മതവിശ്വാസികളാണ്. വളരെയധികം ആരാധനാലയങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരും അതിന്റെ സജീവമായി രംഗത്തുള്ളവരും ഒപ്പം തന്നെ ആ വിശ്വാസധാര പിന്തുടരുന്നവരുമാണ്. എന്നാൽ ആ വീടിനകത്ത് ഈ വിശ്വാസത്തെ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് പോലീസിന് ഈ രക്ഷകർത്താവ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആ കൊലപാതകം നടന്ന ദിവസം രാത്രി ആ വീട്ടിൽ സംഭവിച്ചതും അത്തരം ചില കാര്യങ്ങളാണ്. ജോലി കഴിഞ്ഞ് സന്ധ്യയോടെ മടങ്ങിയെത്തിയ ഏഞ്ചൽ വീണ്ടും പുറത്തേക്ക് പോയി. രാത്രി 11 മണിയോടുകൂടി ഏഞ്ചൽ വരുന്ന ഘട്ടത്തിൽ വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചാണ് തർക്കമുണ്ടാകുന്നത്. ആ തർക്കത്തെ തുടർന്ന് ഏഞ്ചൽ വളരെ പ്രകോപനകരമായി പെരുമാറുകയും അവിടെ ഉണ്ടായിരുന്ന വെള്ളം നിറച്ചൊരു ബോട്ടിൽ എടുത്ത് അച്ഛനെ എറിയുകയുമാണ് ചെയ്തത്. തുടർന്ന് അച്ഛൻ ഏഞ്ചലിനോട് ദേഷ്യപ്പെട്ട് പെരുമാറിയ ഘട്ടത്തിൽ ഏഞ്ചൽ അടുത്തതായി ചെയ്തത് ബൈബിൾ എടുത്ത് അവിടെ ആ വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചിരിക്കുന്ന ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയാനുള്ള ശ്രമം ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അത്തരം ഒരു പ്രകോപനത്തിലേക്ക് അതെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ ആ ബൈബിൾ എടുത്ത് എറിയുന്ന ഘട്ടത്തിലാണ് ജോസ്മോൻ ഏഞ്ചലിനെ കയറി കടന്നു പിടിക്കുന്നതും പിടിവലി ഉണ്ടാകുന്നതും ഒപ്പം കഴുത്ത് ഞെരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഏഞ്ചൽ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തുടർന്ന് അമ്മയാണ് ഏഞ്ചലിന്റെ കൈ പിന്നിൽ നിന്ന് പിടിച്ചു കെട്ടുകയും ജോസ്മോൻ കഴുത്ത് ഞെരിക്കുകയും ചെയ്തത്. ബോധരഹിതയായി വീണ ഏഞ്ചലിനെ പിന്നീട് തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പിതാവ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ തങ്ങളിൽ പ്രകോപനമുണ്ടാക്കുകയും അത് കൊലയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു മൊഴി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മതവിശ്വാസത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഏഞ്ചൽ എപ്പോഴും ആ വീടിനകത്തും ഒപ്പം തന്നെ ഭർതൃഗൃഹത്തിലും ഭർത്താവിനോടുമാണ് ഇത്രയധികം വ്യത്യസ്തമായ രീതിയിൽ ദുരൂഹതയുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. പുറത്തേക്ക് വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചയിലേക്ക് നയിക്കുന്ന ഒന്ന് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ ഏഞ്ചൽ തന്നെ എഴുതിയ ചില വരികളാണ്. അതായത് മോക്ഷ, ഒപ്പം തന്നെ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണ്, ഒപ്പം തന്നെ സാൽവേഷൻ എന്നും എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ ചില സാധാരണ വിശ്വാസധാരകളിൽ നിന്ന് മാറി ഒരു ചിന്താഗതി ഏഞ്ചൽ വെച്ചു പുലർത്തിയിരുന്നോ എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ സാത്താൻ സേവ പോലെയുള്ള എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ ഈ കേസിനുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അവർ പൊതുധാരയിലുള്ള ഒരു വിശ്വാസത്തിന് വിരുദ്ധമായി ഉള്ള ഒരു ഇടപെടൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ വീട്ടുകാർ വ്യക്തമാക്കുന്നു. ഭർത്താവ് നൽകിയ മൊഴി പ്രകാരം ഏഞ്ചൽ പലപ്പോഴും പല രീതിയിലാണ് പെരുമാറുന്നത്. പല കാര്യങ്ങൾ ചോദിച്ച്
ചോദിച്ചാൽ അങ്ങേയറ്റം പ്രകോപനകരമായി ഇടപെടും. എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണവും അയാൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് സഞ്ചരിച്ച ഘട്ടത്തിൽ കാറിനുള്ളിൽ ഇരുന്ന് ഏഞ്ചൽ പുറത്തേക്ക് കടക്കുമ്പോൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ആ ഡോറ് കൊള്ളുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് താൻ അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോയില്ല. ഏഞ്ചൽ ആ സമയത്ത് എങ്ങനെ തന്നോട് പ്രതികരിക്കും എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയ ഘട്ടത്തിൽ സൗമ്യമായി ഏഞ്ചലിനോട് അത് സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഏഞ്ചൽ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെ അത്തരത്തിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ ആ സ്നേഹത്തോടു കൂടി കഴിയുന്ന ആ സമയത്ത് തന്നെ ആ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിൽ നിഗൂഢമായ രീതിയിൽ ഈ പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കന്യാസ്ത്രീയാകുന്നതിനായി സ്വന്തം ഇഷ്ടപ്രകാരം പോയ ഒരാളാണ്. തിരികെ ആ ഒരു തിരുവസ്ത്രം സ്വീകരിച്ച് വന്ന ദിവസങ്ങൾക്കുള്ളിൽ അത് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും അവർ എത്തി എന്നുള്ളതാണ്. അന്ന് ഈ കന്യാസ്ത്രീ പട്ടം നേടിയതിനു ശേഷം ഏഞ്ചലിനെ കാണാനായി എത്തിയ അയൽവാസികൾ ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത്, സ്തുതി നൽകുന്നതിനായി ചെന്നപ്പോൾ അവർ അങ്ങനെ സ്തുതി നൽകിയപ്പോൾ ഏഞ്ചൽ അവരോട് മുഖത്ത് പോലും നോക്കിയില്ല. വളരെ ദേഷ്യമായിരുന്നു. ഒപ്പം തന്നെ ആ ഏഞ്ചൽ വളരെ അതൃപ്തിയായിരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും അയൽവാസികളും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ചില ദുരൂഹതകൾ ഈ കേസിലുണ്ട്. സാധാരണഗതിയിൽ തീർച്ചയായും ശരണ്യയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നമസ്കാരം. ഇപ്പോൾ ഈ കേസ് താങ്കൾ വളരെ കൃത്യതയോടുകൂടി വിലയിരുത്തി കാണും, നിരീക്ഷിച്ച് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ചില ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. തുടക്കം മുതൽ അതുണ്ടായിരുന്നു. കാരണം സ്വന്തം അച്ഛനും അമ്മയും വൈകി വന്നതിന്റെ പേരിൽ മാത്രം സ്വന്തം മകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം ഏതൊരു സാധാരണക്കാരനും അവശേഷിച്ചതാണ്. പക്ഷെ അതല്ല, അതിനപ്പുറമുള്ള ചില കാരണങ്ങളുണ്ട് എന്നതിൻ്റെ സംശയങ്ങൾ ഇപ്പോൾ വരികയാണ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഏഞ്ചൽ ഇത്തരത്തിൽ വീടിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ച ഒരു വാക്യമാണ്. അതിനപ്പുറം ഇപ്പോൾ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, ബൈബിൾ വലിച്ചെറിയുന്നു, തിരുവസ്ത്രം ഉപേക്ഷിച്ചു, അതിനുശേഷം അസ്വാഭാവികമായ ചില സ്വഭാവ സവിശേഷതകൾ, അനാവശ്യമായ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നതൊക്കെ. അതൊക്കെ ചെന്നെത്തിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മാത്രം ഈ ദുരാചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില ദുരാചാരങ്ങൾ ഏഞ്ചൽ പിന്തുടർന്നോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. ഈ കേസ്, ഈ ഓമനപ്പുഴയിലെ ഈ നിഗൂഢമായ ഈ കൊലപാതകം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയും ആ കൊലപാതകം ചെയ്തു എന്നതിന് പൂർണ്ണമായ ഉത്തരമില്ലല്ലോ ഈ ഘട്ടത്തിൽ. താങ്കൾക്ക് എങ്ങനെയാണ് ഈ കേസ് വിലയിരുത്തുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കാരണം അച്ഛനും അമ്മയും അതൊരു ക്രിസ്ത്യൻ കുടുംബമാണ്. അവര് പള്ളിയായിട്ടൊക്കെ അധികം ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെയാണ് ആ കുടുംബം വളർന്നു വന്നിരിക്കുന്നത്. ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ ഒരു മകളെ സാധാരണ അത്ര രീതിയിൽ അഗാധമായി പള്ളിയിൽ വിശ്വാസവും ദൈവവിശ്വാസവും ഉള്ളവരുടെ മക്കളെയൊക്കെ മാതാപിതാക്കള് അവര് സന്യാസിയാകാനൊക്കെ അയക്കാൻ പതിവാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ. കാരണം പള്ളിയോടും ദൈവത്തിനോടും അടുത്തിരിക്കുന്ന ആൾക്കാർ മക്കളെ ഒരു സന്യാസിയാകണം അല്ലെങ്കിൽ ഒരു അച്ഛനാക്കണം, അതൊക്കെ അവരുടെ ആ മനസ്സിലുണ്ടാകുന്ന കാര്യം. അങ്ങനെയാണ് ഈ കുട്ടിയെ അവര് സന്യാസിയാകാൻ അയച്ചത്. പക്ഷെ അവിടെ നിന്ന് അവർ ചാടി വന്നു. ആ വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് അവമാനകരമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അപ്പനും അമ്മയ്ക്കും വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇവളോട് പൊതുവെ ഒരു വെറുപ്പുണ്ടാവും. മഠത്തിൽ നിന്ന് ചാടി വന്നതാണ്. അത് പള്ളിയിൽ പോകുമ്പോഴും തന്റെ ബന്ധുക്കളെ കാണുമ്പോഴും ഒക്കെ വളരെ മോശമായ രീതിയിൽ എല്ലാവരും പ്രതികരിക്കും. മരം ചാടി വന്നവളാണ്. അങ്ങനെ ഒരു മാനസികമായ ഒരു പ്രശ്നം ആ പെൺകുട്ടിക്കുണ്ട്. അത് റിബലായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ വീട്ടിലെ എല്ലാവരോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പിന്നെ വീട്ടുകാർക്ക് ഈ കുട്ടിയോട് എതിർപ്പുണ്ട്. മടത്തിയിൽ ചാടി വന്നത് അവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത് രണ്ടാമത്, അവള് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. വളരെ തർക്കത്തിലും പറയും വീട്ടില്. അങ്ങനെയല്ല, ഒരു മഠത്തിൽ പോയി പ്രത്യേകിച്ച് 4-5 മാസം മഠത്തിലൊക്കെ നിന്ന ആൾക്കാരാകുമ്പോൾ വളരെ പക്വതയും എളിമയും, അതുപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടൊക്കെയാണ് സംസാരിക്കുക. മഠത്തിൽ നിന്ന് വന്നവർ പലരും അങ്ങനെയാണ്. അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് മഠത്തില്. അപ്പൊ ആ എല്ലാ വിഷമതകളും അവർ ഉള്ളിൽ ഒതുക്കും. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് നേരെ റിബലാണ്. കാരണം വീട്ടുകാരോട് എതിർപ്പ്, സമൂഹത്തിനോട് എതിർപ്പ്, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അത് അവർക്ക് ആ മാതാപിതാക്കൾ അംഗീകരിക്കാൻ പറ്റില്ല. അവര് ഈ കുട്ടിയെ കൊന്നാലും അത് ന്യായീകരിക്കും. കാരണം അങ്ങനെ ഒരു കുട്ടി അവർക്ക് വേണ്ട. നിങ്ങൾ സമൂഹത്തിനോടും അവരോടും കുടുംബത്തിനോടൊക്കെ എതിർപ്പാണ്. അതുകൊണ്ടാണ് അവൾ അത് തന്നെയല്ല, രാത്രിയിലെ വീട്ടിൽ ഒരു പെൺകുട്ടി ഇതുപോലെ നമ്മള്
കുടുംബഭദ്രതയൊക്കെ നോക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരും അല്ലെങ്കിൽ അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാർ 6 മണിക്ക് ശേഷം കുട്ടികളെ പെൺകുട്ടികളെ ആരും കുടുംബിനിയാണെങ്കിലും വെളിയിൽ നമ്മുടെ കേരളത്തിൽ വെളിയിൽ പോകുന്നത് വീട്ടുകാർക്കും നാട്ടുകാർക്കും എതിർപ്പാണ്. അങ്ങനെയാണ് കുടുംബാന്തരീക്ഷം. ഈ കുട്ടി അത് വകവെക്കാതെ വീട്ടിൽ നിന്ന് രാത്രി 8:30-ക്ക് ശേഷം ആ ബൈക്കും 2 വീലറിൽ പോയി അവർക്ക് തോന്നുന്ന പോലെ വരുന്നെന്ന് പറയുമ്പം അത് വീട്ടുകാരത് അബദ്ധസഞ്ചാരമാണ് എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. എന്തിനാ പോകുന്നത് നമുക്ക് ഇതുവരെ വ്യക്തതയില്ല. എവിടേക്കാണ് പോയതെന്നും അറിയത്തില്ല. അവരോട് പ്രതിഷേധിച്ചും കാണിച്ച് ഈ സ്കൂട്ടർ എടുത്തില്ല അതിലേക്ക് അലഞ്ഞു നടന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ പോക്ക് എന്താണ്, എങ്ങോട്ടാണ് പോയി, ആരെ കണ്ടു എന്നുള്ള വിവരം അത് വളരെ ആ വീട്ടുകാർക്ക് വളരെ മോശമായി. ഇവിടെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ തോന്നും. കാരണം അവരുടെ വിചാര രീതികൾ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതികരണമായിരുന്നിരിക്കാം ആ കൊലപാതകം ഞാൻ കരുതുന്നു. കാരണം അവള് വീട്ടിൽ വഴക്കുണ്ടാക്കി സ്കൂട്ടറിൽ 8:30-ക്ക് പോയി. പിന്നീട് 10 മണിക്ക് വന്നപ്പം അവർ പ്രതികരിച്ചു. അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. മനുഷ്യ സഹജമാണ്. അവരുടെ ഇവളുടെ ധാർമ്മികത വിട്ട് അല്ലെങ്കിൽ ഒരു അബദ്ധസഞ്ചാരിണിയാണ് എന്നവർക്ക് അതിനെല്ലാം പല അയലോക്കംകാരും ബന്ധുക്കളും ഇവള് രാത്രി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിന് അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവര് ഇവളോട് വൈരാഗ്യത്തിൽ ഇരുന്ന സമയത്ത് അപ്പം അവര് വെളിയിൽ പോയി തിരിച്ച് രാത്രി 10 മണിപ്പം പ്രതികരിച്ച് അവളുമായിട്ട് വഴക്കുണ്ടാക്കി അവളെ കഴുത്തെ പിടിച്ച് ഞെക്കി. അങ്ങനെ അതവര് പ്രതികരിച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലാനുള്ള ഒരു ഇന്റൻഷൻ അതിനകത്ത് കാണാൻ കുറവാണ്. അപ്പൊ ആ കഴുത്തെ പിടിച്ച് അമ്മയും അപ്പനും എല്ലാവരും കൂടി ഇവളോട് പ്രതികരിച്ചപ്പോൾ അവളങ്ങ് മരിച്ചുപോയി. അല്ല, ഇതിലൊരു വിഷയമുള്ളത് ശ്രീ ജോർജ് ജോസഫ്, അതായത് അത്തരത്തിൽ പ്രകോപനപരമായ ഒരു സാഹചര്യത്തിൽ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു, അതിനുശേഷം ബോധരഹിതയായതിനു ശേഷം തോർത്തുപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ അച്ഛനും അമ്മയും ഒരേപോലെ ആ പ്രവൃത്തിയിൽ ഇൻവോൾവ്ഡ് ആണ് എന്നതാണ് അതിലെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ ഘടകവും. അച്ഛനും അമ്മയും ഒരേപോലെ സ്വന്തം മകളെ ഒരു ഘട്ടത്തിൽ കൊലപ്പെടുത്തണം എന്ന് ചിന്തിക്കുമോ എന്നാണ് കേരളം അപ്പോൾ ആലോചിച്ചു പോയത്. ഇല്ല, അത് ആ കുടുംബാന്തരീക്ഷത്തിലുള്ള എല്ലാ അംഗങ്ങളും കുട്ടികളായാലും എല്ലാവരും ശരി ഇവളോട് ഈ രീതിയിലേ പ്രതികരിക്കുകയുള്ളൂ. അതിന്റെ മാനസിക അവസ്ഥ അങ്ങനെയാണ് കുടുംബാംഗങ്ങളുടെ. കാരണം പള്ളിയും പെട്ടക്കാരോടൊക്കെ ദൈവത്തെ ഒത്തിരി നിന്ന് അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അതിന് നേരെ ഓപ്പോസിറ്റ് ആ വീട്ടിലെ തന്നെ ഒരു അംഗം പ്രത്യേകിച്ച് മറത്തിപ്പോയതാണെന്ന് വിചാരിച്ചത് കന്യാസ്ത്രീയായ കുട്ടിയാണ്. അപ്പൊ അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കൊല്ലും അവരുടെ മനസ്സിലായിരിക്കും. പക്ഷെ ആ പ്രതികരണം അതിശക്തമാണ്. അത് തന്നെയല്ല, കഴിഞ്ഞാൽ ചിലപ്പോൾ തോർത്തിട്ട് പിടിക്കും. നമുക്കറിയാം കുട്ടികളൊക്കെ കഴിഞ്ഞാൽ തോർത്തിട്ട് ഇങ്ങോട്ട് വലിക്കുന്ന കാണാം. അവിടെ ഒരിക്കലും നമ്മളൊരു മരണം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് യുഗുലാർ വെയിൻ, ആ കഴുത്തിന്റെ ഇരുവശത്തുള്ള വെയിനില് നമ്മളൊന്ന് പ്രസ് ചെയ്താലും മതി, ആള് അൺകോൺഷ്യസ് ആയി വരുമ്പോൾ മരണമായിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ ആ ബ്രെയിനിലോട്ട് തലയിലോട്ട് ഒരു 2, 3, 4, 5, 10 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയി. അപ്പൊ ആ കഴുത്തിൽ മുറുക്കി കൊല്ലണമെന്നില്ല, ഒരു ചെറിയ മുറുക്കി ചിലപ്പോൾ മരിച്ചു വരുന്നത്. അതെല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം കൊച്ചു കുട്ടികളെയൊക്കെ പണ്ടൊക്കെ ഈ കുടിപ്പിക്കുന്ന സമയത്ത് അമ്മമാര് കഴുത്തിന്റെ അവിടെയൊക്കെ നന്നായിട്ട് കറങ്ങി. അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കഴുത്തിന്റെ പ്രത്യേകത ഏതാണ്, അവിടുത്തെ രണ്ട് വെയിൽ മുകളിലോട്ട് പോകുന്ന അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കും. നമ്മുടെ ആത്മഹത്യ ചെയ്യുമ്പോൾ കാണാൻ പോലെ എന്ന് പറഞ്ഞാല് അവർക്ക് ആ ഇന്റൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷെ ഒരു വൈരാഗ്യത്തിൽ കഴുത്തൊന്ന് മുറുക്കി മരിച്ചുപോയി കഴിഞ്ഞാൽ സബ്സിക്വന്റ് അവരുടെ കോണ്ടാക്ട് നോക്കിക്കണം. അതൊരു നാച്ചുറൽ ഡെത്താണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി കൊച്ചിനെ മക്കളെ കൊണ്ടുപോയി പറ്റിപ്പോയി അവരവിടെ കട്ടിലെ കൊണ്ട് കിടത്തി. അന്നേരം അവരെ ആ കുട്ടിയുടെ അങ്കിളിനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവർ നോക്കിയത്. അതാണ് രണ്ടാമത്തെ സെക്കൻഡ് എപ്പിസോഡ്. അങ്ങനെയാണ് കട്ടിലെ കിടത്തിയിട്ട് രാവിലെ ഇറങ്ങി ആൾക്കാരെ നേരം വിളിച്ചു കഴിഞ്ഞപ്പം അമ്മയപ്പനും ഇരുന്ന് നിലവിളിച്ചപ്പോൾ അതിലൊക്കെ തന്നെ ഓടി വന്നു. അപ്പൊ കഴുത്തില് അവർക്ക് അന്നേരം തോന്നിയില്ല, ആശുപത്രി കൊണ്ടുപോകാൻ നോക്കി. അപ്പോ ഹോസ്പിറ്റലിൽ അവർക്ക് സംശയം വന്നു കഴുത്തിലുള്ള കണ്ടീഷൻ. അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടി വളരെ റിബലാണ് ആ വീട്ടിലും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നൊക്കെയുള്ള അത് നമുക്ക് മനസ്സിലാവുന്നില്ല. എഴുതി വെക്കും, അതിനൊക്കെ ആ ഭിത്തിയിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ബൈബിളിലെ ഏതെങ്കിലും വാചകം കൂട്ടിയിട്ടുണ്ടാവും. എന്നാലും ആ പെൺകുട്ടിയുടെ അബദ്ധസഞ്ചാരത്തിന് എതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു അപ്പന്റെ അമ്മയും കുടുംബത്തിലെ ആംഗിളും അങ്ങനെയാണ്. എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. കാരണം അങ്ങനെയാണ് അത് ഉണ്ടായത്. കാരണം അവർ പല വീട്ടിലും ഒരു തന്നെ പല വീട്ടിലും ഒരു റിബലായിട്ട് പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം ഒന്നിച്ചു നിൽക്കും, അതിനോട് പ്രതികരിക്കും. അതാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക്. അല്ലാതെ ആ ദൈവവിശ്വാസി പള്ളിയിൽ പോകുന്ന അവരെ ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ആ വീട്ടുകാർ തയ്യാറ്. പക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചു പോയി. അത് തന്നെ അയാള് ആ അയൽവക്കംകാരെയും ബന്ധുക്കളെ എല്ലാം പോലീസ് നന്നായിട്ട് ചോദ്യം ചെയ്യുന്നപ്പോൾ അയാൾ ഉടൻ തന്നെ പറഞ്ഞില്ലേ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഞാനാണ് കൊന്നത് എന്നങ്ങ് ഏറ്റു പറയുകയാണ്.
കാരണം അതുപോലെ അത്ര ആ ജോസ്മോൻ ആളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹമ്പിള് സിമ്പിള് വിനയത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഇത് ഉണ്ടായെന്നും ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അപമാനം ആൾക്കാരെല്ലാവരും പറയാൻ തുടങ്ങി. ഇവിടെ രാത്രി 2 വീലറിൽ കറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് പള്ളിയിലുമൊക്കെ പോയി അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് അത് സഹിക്കാൻ പറ്റില്ല. അത് അഭിമാനം ക്ഷതം അവർക്കുണ്ടായി. അതിന്റെ ഒരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നി. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ തോർത്തിട്ട് പിടിച്ചിട്ടുണ്ടാവും അരിശത്തിന് ദേഷ്യത്തിന്. മരണം എന്തായാലും സംഭവിച്ചിരിക്കുന്നു, അതൊരു മർഡറായിട്ട് തന്നെ വരികയുള്ളൂ. അതിനോട് അയാൾ പ്രതികരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം നോക്കി. അബദ്ധത്തിൽ പറ്റിപ്പോയി രക്ഷപ്പെടാൻ മാർഗം നോക്കിയതായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ, കൂടുതൽ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഈ ഭിത്തിയിൽ എഴുതിയിട്ടുള്ള ആ വാചകം, മാതാപിതാക്കൾ നൽകിയിട്ടുള്ള മൊഴി, അതായത് മതവിശ്വാസത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിൽ നിന്നൊക്കെ പിന്നോട്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഏഞ്ചൽ കാണിച്ചു വന്നിരുന്നു. അതോടൊപ്പം അസ്വാഭാവികമായ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. രാത്രിയിലെ സഞ്ചാരം, ഇതിനപ്പുറം ഈ ദുരാചാരങ്ങൾ വിധേയപ്പെട്ടിരുന്നോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്താനുണ്ടാകുന്ന സാഹചര്യം മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? ഇതിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാത്രികളിൽ എവിടെയാണ് ഈ പെൺകുട്ടി പോയിരുന്നത് എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ആ യാത്ര എവിടെയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ, അതായത് ഈ കൊല്ലപ്പെടുന്ന ചൊവ്വാഴ്ച രാത്രിയും വീട്ടിലെത്തിയ ഉടൻ ഏഞ്ചൽ പിന്നീട് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് മടങ്ങി വരുന്നത് രാത്രി 11 മണിയോടുകൂടി ആണ് മടങ്ങി വരുന്നത്. അവിടെയും തർക്കമുണ്ടാകുമ്പോഴും മതവിശ്വാസത്തിനെതിരെയുള്ള തങ്ങൾ പാലിച്ചു പോന്നിരുന്ന ഒരു വിശ്വാസ രീതികൾക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ് അവൾ പ്രകോപനമായി കാണിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേർഡിങ്സ് ഈ ഭിത്തിയിൽ എഴുതിയിരുന്നു എന്നതിനൊന്നും ഒരു വിശദീകരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ദുരൂഹതയും. കാരണം ഏഞ്ചൽ പിന്തുടർന്നിരുന്ന എന്തെങ്കിലും ഒരു വിശ്വാസങ്ങൾ അത് ഈ കുടുംബത്തിന് അങ്ങേയറ്റം അപമാനകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ട്. പോലീസ് അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ, കാരണം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സ്വാഭാവികമായ ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു ചോദ്യം ആണ്. കാരണം എങ്ങനെയാണ് താമസിച്ചു വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരച്ഛൻ കൊല ചെയ്യപ്പെടുന്നത്? കാരണം ഈ മക്കള് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് വളർത്തി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളതുമാണ്. പിന്നെ ഈ ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചല് വീടിനുള്ളിൽ ഈ തങ്ങൾ പാലിച്ചു പോന്നിരുന്ന മതവിശ്വാസങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും, നേരത്തെ അദ്ദേഹം ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീയായി പഠനം പൂർത്തിയാക്കി പട്ടം സ്വീകരിച്ച ഒരു കന്യാസ്ത്രീയായി ഒരു പെൺകുട്ടിയാണ് അവർ. പിന്നീടാണ് അത് തിരുവസ്ത്രം ഉപേക്ഷിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ആയ ഒരാൾ എങ്ങനെ ഇത്രയും വിയോജിപ്പ് ഈ സംവിധാനത്തോട് പുലർത്തുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഈ യാത്രകൾ, ഒപ്പം തന്നെ മതഗ്രന്ഥത്തോട് ഉള്ള ഒരു വെറുപ്പ്, അച്ഛനും അമ്മയും ചോദ്യം ചെയ്തപ്പോൾ ഏഞ്ചൽ എടുത്ത അടുത്ത സ്റ്റെപ്പ് ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയുക എന്നുള്ള ഒരു പ്രകോപനമാണ്. അതെങ്ങനെയാണ് അത്തരം ഒരു പ്രകോപനത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഏഞ്ചലിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അന്ന് അവിടെ എന്ത് സംഭാഷണമാണ് നടന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. മാത്രമല്ല, കൊല്ലപ്പെടുന്ന രാത്രി വീട്ടിലെത്തിയ ശേഷം ഏഞ്ചൽ പിന്നീട് എങ്ങോട്ടാണ് പോയത്, എവിടെ പോയാണ് തിരിച്ചു മടങ്ങിയെത്തിയത്? അത്തരം കാര്യങ്ങൾ ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ നിലവിലുള്ള മതവിശ്വാസങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു താല്പര്യങ്ങളിലേക്ക് ഏഞ്ചൽ പോയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി വിവരങ്ങൾ ആരായുമ്പോഴുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഏഞ്ചൽ അന്ന് രാത്രി എവിടെയായിരുന്നു എന്നുള്ള ഒരു ഉത്തരത്തിലേക്കുമൊക്കെ അന്വേഷണ സംഘത്തിന് ഇനിയും പോകേണ്ടതുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പ്രാഥമികമായി ജോസ്മോൻ തന്നെയാണ് സ്റ്റേഷനിലെത്തി താൻ ഏഞ്ചലിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് 15 വർഷക്കാലമായി ഞങ്ങൾ കുടുംബം ഈ വിഷയത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അവളെ കൊലപ്പെടുത്തിയ കാര്യത്തിനകത്ത് യാതൊരു കുറ്റബോധവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം പോലും
ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രമാത്രം അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായി ഈ വീടിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും ജോസ്മോൻ പറഞ്ഞിട്ടുള്ളത് മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിന് ഇല്ല എന്നുള്ളതാണ്. ഏഞ്ചൽ പോകുന്നതും എല്ലാം ഒറ്റയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് പല ഇടങ്ങളിൽ പോയി ഭക്ഷണം റെസ്റ്റോറൻറ്റുകൾ കാണപ്പെടുന്നു, തിരികെ വരുന്നു. ഈ ഒരു ഇടവേളകളിൽ എവിടെയാണ് കൃത്യമായ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളത് കുടുംബത്തിന് ധാരണയില്ല. എന്നാൽ അതേസമയം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നു മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഏഞ്ചലിന് എടുത്തു പറയത്തക്കതായ മറ്റു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതും ഈ വീട്ടുകാരോട് കാണിക്കുന്ന അതേ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ പലപ്പോഴും ഭർത്താവിനോടും ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് ആണ് അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് പോലീസും അതിന് ഈ ഭർത്താവ് മൊഴി നൽകിയിട്ടുള്ളതും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിചിത്രമായ ഒരു പെരുമാറ്റം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്ന ഒരാളല്ല അവൾ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടക്കാലം കൊണ്ടുണ്ടായ കുറേ മാറ്റങ്ങൾ ഏഞ്ചലിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളുടെ വിശ്വാസത്തെ, അവരെ വളരെ യാഥാസ്ഥിതികമായ ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്നവരാണ്. അവരുടെ വിശ്വാസത്തെ വലിയ തോതിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഏഞ്ചൽ ആ വീട്ടിൽ ഒരു റിബൽ സ്റ്റാൻഡ് എടുത്ത് നിന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഇങ്ങനെ ഒരു റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് സംബന്ധിച്ചു വീടിന്റെ ഭിത്തിയിൽ വെറുതെ എഴുതിയിരിക്കുകയല്ല, അതിങ്ങനെ കളർ ചെയ്ത് അത് വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു വാക്യം എഴുതി ചേർത്തിരിക്കുകയാണ്. ഈ മോക്ഷ എന്നും ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്നുമുള്ള ഒരു വേർഡിങ്സ് ആ വീടിന്റെ ഭിത്തിയിൽ നമ്മൾ മരണ ദിവസം ചെല്ലുമ്പോൾ എല്ലാവർക്കും കാണുവാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് ഇനിയും ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ആര്യ. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ഈ കേസിൽ മറനീക്കി പുറത്തു വരാനുണ്ട് എന്നതാണ് സാഹചര്യം.